പ്രത്യേക വികസന നിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പും പ്രിന്ററും അനുബന്ധ ഉപകരണങ്ങളും ചെറുവത്തൂർ അക്ഷര ഗ്രന്ഥാലയത്തിന് അനുവദിച്ച എം രാജഗോപാലൻ എംഎൽഎക്ക് അക്ഷര വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേക വികസന നിധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലാപ്ടോപ്പും പ്രിന്ററും അനുബന്ധ ഉപകരണങ്ങളും ചെറുവത്തൂർ അക്ഷര ഗ്രന്ഥാലയത്തിന് അനുവദിച്ച എം രാജഗോപാലൻ എംഎൽഎക്ക് അക്ഷര വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. ലൈബ്രറി കൗൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. ലാപ്ടോപ്പും കമ്പ്യൂട്ടറാണ് ഇന്ന് ഏറ്റവും അത്യാവശ്യം ലൈബ്രറിയിൽ. ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മുടെ പുസ്തകങ്ങളൊക്കെ രേഖപ്പെടുത്താൻ ഒരുപാട് കാര്യങ്ങൾ, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, ജില്ലയിൽ നിന്ന് വരുന്ന കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലൂടെ നമുക്ക് സൂക്ഷിച്ചു വെക്കേണ്ടതുണ്ട്. ആ ഒരു കാലമാണ് വരാൻ പോകുന്നത്. വളരെ വളരെ ചെറിയ കുട്ടിക്കാലത്ത് നിർത്തിയാണ് നമ്മുടെ ലൈബ്രറികൾ. നാഷണൽ ലൈബ്രറിയിൽ കൽക്കത്തയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയപ്പോൾ വാസ്തവത്തിൽ ഞാൻ അന്തമിട്ട് പോയി ആ നാഷണൽ ലൈബ്രറി കണ്ടിട്ട്. ഞാൻ പോയി എൻ്റെ പേര് ചോദിച്ചു. ഞാൻ എൻ്റെ പേര് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പുസ്തകം ഇവിടെ ഉണ്ടെന്നുള്ളത്. അവരെ നോക്കുമ്പോഴേക്ക് എല്ലാ പുസ്തകത്തിനും 26ഓളം പുസ്തകങ്ങളുടെ കവറുകൾ ഇങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ചെറുവത്തൂർ അക്ഷര ഫൈൻ ആർട്സ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം രാജഗോപാലൻ MLA ഗ്രന്ഥാലയത്തിന് ഷെൽഫും ബുക്കുകളും നൽകിയ വത്സല രാജൻ എന്നിവരെ അനുമോദിച്ചു. അക്ഷര ഗ്രന്ഥാലയം പ്രസിഡന്റ് KK രാജൻ അധ്യക്ഷത വഹിച്ചു. എം രാജഗോപാലൻ MLA, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ, എഴുത്തുകാരി വത്സല രാജൻ, O ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, PK ഭാസ്കരൻ, TV ലത, M രമേശൻ, K സുധ ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.